ആരോഗ്യരംഗത്ത് ഒരു കാലത്ത് വികസിത രാജ്യങ്ങളെക്കാൾ മുന്നിലായിരുന്നു കേരളം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ്. നടന്നു മരിക്കണം, കിടന്നു മരിക്കരുത് എന്ന് പറയുന്ന മലയാളികൾക്ക് പിഴയ്ക്കുന്നത് എവിടെയാണ്? അന്വേഷിച്ച് അകലെയൊന്നും പോകണ്ട, നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് ഉത്തരം: ഭക്ഷണശീലം. അതുകൊണ്ട് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഗുണമുള്ള ഒരു ഭക്ഷണശാലയെ പറ്റിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലിയങ്ങ് പൂഞ്ഞാറിൽ നിന്നും വരും. കേട്ടു പരിചയിച്ച ഈ പഴഞ്ചൊല്ലു പോലെയാണ് തിരുവനന്തപുരം സ്റ്റാച്യുവിലെ പത്തായം കഫേ. പതിവ് ഹോട്ടലുകളുടെ മോടിയുമില്ല, കുറവുമില്ല. മില്ലറ്റുകളാണ് പ്രധാന ഭക്ഷണം. എണ്ണയും പാലും പഞ്ചസാരയും ഉപയോഗിക്കാറില്ല. പകരം തേങ്ങാപ്പാലും തേനും മാത്രം. സാധാരണ ഹോട്ടലിൽ നിന്ന് വിപരീതമായിട്ട് വ്യത്യസ്തമായിട്ട് ഇവിടെ ചായ, കാപ്പി, പാല്, പഞ്ചസാര, ചുവന്ന മുളക്, മസാലപ്പൊടികൾ, കായം, പുളി, പരിപ്പ്, വറുത്തരയ്ക്കുക, കടുപൊട്ടിക്കുക, അച്ചാറ്, പപ്പടം, എണ്ണപ്പലഹാരങ്ങൾ, ഫ്രിഡ്ജ്, ഫ്രീസർ ഇതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ 3 നേരം ആഹാരം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ നമ്മൾ ചായ കുടിച്ചാൽ എന്താ കുഴപ്പം? ചായ അഡിക്ഷൻ അല്ലേ? ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്നു, ചായ കുടിച്ചില്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല. പാല് സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുക. ഭൂമിപത്ത് ഒരു ജീവിയും വേറെ ജീവിയുടെ പാല് കുടിക്കുന്നില്ല. രാവിലെ 10 മുതൽ രാത്രി 8:30 വരെയാണ് പ്രവർത്തന സമയം. ഒരാഴ്ചയിൽ 7 തരം ചോറുകൾ, രോഗികൾക്കായി പ്രത്യേക മില്ലറ്റ് കിറ്റുകൾ, ബോറടിപ്പിക്കുന്ന ലഞ്ചും ഡിന്നറുമല്ല, എല്ലാം വെറൈറ്റിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചോറ്, പിന്നെ ഇവിടെ 6 ദിവസം 6 തരം ഭക്ഷണമാണ്. 6 തരം മില്ലറ്റിനുള്ള ഭക്ഷണം: ചാമ, തീന, കുതിരവാലി, ബ്രൗൺ ടോപ്പ്. അപ്പോൾ എല്ലാ ദിവസവും മാറി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. മില്ലറ്റിൻ്റെ ചോറ്, മില്ലറ്റിൻ്റെ പായസം, മില്ലറ്റിൻ്റെ സൂപ്പ്, മില്ലറ്റിൻ്റെ അട, മില്ലറ്റിൻ്റെ പലഹാരങ്ങൾ, മില്ലറ്റിൻ്റെ പഴങ്കഞ്ഞി. രാവിലെ മില്ലറ്റിൻ്റെ പഴങ്കഞ്ഞി കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 10 ദിവസം നിങ്ങൾ അരി, ഗോതമ്പ് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മില്ലറ്റ് മാത്രം ഭക്ഷണമാക്കി നോക്കൂ. അത് വ്യത്യാസം മനസ്സിലാവും. ചുരുങ്ങിയ പക്ഷേ ഒരു നേരമെങ്കിലും നിങ്ങൾ മില്ലറ്റ് കഴിക്കും. ശരിക്കും ഏറ്റവും നല്ല ഫുഡ് എന്ന് വെച്ചിട്ട് രാവിലെ വെജിറ്റബിൾസ്, ഉച്ചയ്ക്ക് ഒരു കുക്ക് ചെയ്ത ഫുഡ്, രാത്രി ഫ്രൂട്ട്സ് ആക്കുക. സാധാരണ എല്ലാ അസുഖവും മാറും. ലഞ്ച് തന്നെയാണ് പ്രധാനമെങ്കിലും വൈകിട്ടും ചായയ്ക്കും പകരവുമുണ്ട് ഇവിടെ വെറൈറ്റി: ജാപ്പി. നമ്മളാദ്യം ചായയ്ക്ക് പകരം ഇത് ജാപ്പി. മലയാളികൾ പുറത്ത് വൈകിട്ട് 4 മണിക്ക് കഴിക്കുന്ന ഒരു പതിവുണ്ട്, ചായയും എന്തെങ്കിലും എണ്ണക്കടികൾ. അപ്പോൾ ഈ പത്തായം കഫേയിൽ വന്നു കഴിഞ്ഞാലും 4 മണിക്ക് കഴിക്കാൻ നമുക്ക് ചായയ്ക്ക് പകരവും ലിക്വിഡുണ്ട്, പകരം കടിക്ക് പകരവും സാധനമുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ചായയ്ക്ക് പകരം കിട്ടിയിരിക്കുന്നത് ജാപ്പി എന്ന് പറയുന്ന സാധനമാണ്. ചായയ്ക്കും കാപ്പിക്കും ഒരു ബദൽ പാനീയം. ഇതിൽ മല്ലി, ഉലുവ, ജീരകം, ചുക്ക്, ഏലക്കായ, കരിപ്പെട്ടി. ഇതിൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. അപ്പോൾ ചായ വേണ്ട, കാപ്പി വേണ്ട, പഞ്ചസാര വേണ്ട, പാല് വേണ്ട. ഈ പാല് അലർജി ഉള്ളവർക്കും പാല് കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു ചോയ്സാണ്. പിന്നെ കടികളുണ്ട്, എല്ലാം ഒന്നിലും എണ്ണ ഉപയോഗിച്ചിട്ടില്ല, അതേപോലെ തന്നെ പൊരിച്ചെടുക്കുകയോ വറുത്തെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് റാഗി കൊണ്ടും അല്ലെങ്കിൽ മില്ലറ്റുകൾ കൊണ്ടും ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇത് നെയ്യപ്പം പോലെയുണ്ട്, പക്ഷേ ഇത് റാഗി കൊണ്ടുള്ള കടിയാണ്. കടികളായിട്ട് ഇവിടെ കിണ്ണത്തപ്പം, എല്ലാം മില്ലറ്റുള്ള സാധനം. ഇത് റാഗിയുടെ അപ്പം, നെയ്യപ്പത്തിന് പകരം റാഗിയപ്പം. ഇതിന് സ്പെഷ്യൽ സാധനം സമൂസ. നമ്മൾ സാധാരണ കിട്ടുന്ന സമൂസ എണ്ണപ്പൊരി സമൂസയാണ്. കോട്ടിങ് മൈദയായിരിക്കും. ഇത് കോട്ടിങ് മില്ലറ്റാണ്. ഇത് മറ്റേ മില്ലറ്റ് ചപ്പാത്തി. ഇത് മില്ലറ്റിൻ്റെ പായസം. ഇത് പിന്നെ സമൂസയുള്ള ചമ്മന്തി. ഇത് മില്ലറ്റിൻ്റെ അട, റാഗിയുടെ അടയുണ്ട്, ചോളത്തിൻ്റെ അടയുണ്ട്. ഇത് വീറ്റ് അട, ഗോതമ്പിൻ്റെ അട. നമ്മൾ വിചാരിക്കും റാഗി കൊണ്ടുണ്ടാക്കിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ലെന്ന്. കൊള്ളാം. പ്രകൃതി ചികിത്സകനായ ഡോക്ടർ ഗംഗാധരനാണ് മില്ലറ്റ് കഫേയുടെ സ്ഥാപകൻ. 1 വർഷം മുമ്പാണ് സെക്രട്ടേറിയറ്റിന് പിന്നിലെ കടയിലേക്ക് മാറിയത്. ഒരു ഇംഗ്ലീഷുകാരൻ നോൺ വെജ് കഴിക്കുമ്പോൾ എന്താ കൂടെ കഴിക്കുക? അതിൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസ് കഴിക്കും. ഒരു അറബി കഴിക്കുമ്പോൾ എന്താ കൂടുതൽ കഴിക്കുക? അതിൻ്റെ കൂടെ ധാരാളം ഇലകൾ കഴിക്കും. നമ്മൾ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക? പൊറോട്ടയോ ചപ്പാത്തിയോ ബ്രെഡോ ചോറ് കൂട്ടി കഴിക്കും. അതാ കുഴപ്പമുണ്ടാകുന്നത്. ആരോഗ്യം ഗൗരവമായി കാണുന്ന ആളുകളാണ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ്.
നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇല്ല, കളേഴ്സ് ഇല്ല. സാധാരണ മീൽസ് കഴിക്കാറുണ്ട്, ചപ്പാത്തി കഴിക്കാറുണ്ട്, ചപ്പാത്തിയും കറിയും കഴിക്കാറുണ്ട്, വെജിറ്റബിൾസും നല്ലതാണ്, ഹെൽത്ത് വൈസ് നല്ലതാണ്. മാറ്റിയ ഭക്ഷണശീലങ്ങളിൽ നിന്നും മാറി കൈമോശം വരുത്തിയ ആരോഗ്യരംഗം നമുക്ക് ഒരുമിച്ച് തിരികെ പിടിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ജിനുവിനും സിറിലിനുമൊപ്പം അജീഷ് ജയകുമാർ, 24. അപ്പോൾ മധുരവും എണ്ണയൊക്കെ പേടിച്ച് പലഹാരങ്ങളൊക്കെ മാറ്റി വെക്കുന്ന നെയ്യപ്പവും അതുപോലെ തന്നെ സമൂസയൊക്കെ മാറ്റി വെക്കുന്നവർക്ക് ഭയപ്പെടാതെ ഇനി പത്തായത്തിലേക്ക് ചെല്ലാം. അവിടെയുണ്ട് സ്വാദിഷ്ടമായ ഹെൽത്തിയായ വിഭവങ്ങൾ. കഴിഞ്ഞ വർഷമായിരുന്നു 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന വർഷം കൂടിയായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പത്തായത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്ത വിഭവങ്ങൾ കാത്തിരിക്കുന്നുണ്ട്.